ഓഫ് ഫ്ലേവേർഡ് യോഗർട്ട് ഉണ്ടാക്കാനാണ് ഇന്നത്തെ വീഡിയോ കാണിച്ചു തരുന്നത്. അതെ, ഈ ഒരു ഫ്ലേവേർഡ് യോഗർട്ട് എന്ന് വെച്ചാൽ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതാണ്. നമ്മൾ കുട്ടികൾക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുക കൂടുതൽ പ്രിസർവേറ്റീവ്സ് ആയിരിക്കും. അപ്പം അതിനേക്കാൾ നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു ഫ്ലേവേർഡ് യോഗർട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതിൽ എന്താ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ്, ബനാന, പിന്നെ മാംഗോ, റാസ്ബെറി, ബ്ലൂബെറി, പിന്നെ ക്യാരറ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ക്യാരറ്റാണ് എൻ്റെ ഇഷ്ടപ്പെട്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ താഴത്തെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മളെ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതിൽ ഓൾ കൂടി പിടിച്ച് അമർത്തണം. എന്നാലും നമുക്ക് ഫ്യൂച്ചറിൽ നമ്മൾ എന്തെല്ലാം ഇടുന്നോ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു മാംഗോ, പിന്നെ കുറച്ച് ബ്ലൂബെറീസ്, പിന്നെ കുറച്ച് റാസ്ബെറി, പിന്നെ ഒരു ചെറിയ പഴം, പിന്നെ ഒരു ക്യാരറ്റ് അത് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്, പിന്നെ കുറച്ച് ഷുഗർ അത് നമ്മൾ ആവശ്യത്തിന് വേണ്ടുന്നതാണ്, പിന്നെ ഒരു ഫ്രഷ് യോഗർട്ട്. അപ്പം നമ്മളെ ഫ്ലേവേർഡ് യോഗർട്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആക്കാൻ പോകുന്നത് ക്യാരറ്റ് യോഗർട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നല്ലൊരു വെജിറ്റബിളാണ്. പിന്നെ അതിൽ തന്നെ കുറേ വൈറ്റമിൻസ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെ കണ്ണിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് യോഗർട്ട് കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് യോഗർട്ട് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ യോഗർട്ട് ഒഴിക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഷുഗർ കൂടെ ആഡ് ചെയ്യാം. ഷുഗർ ഇപ്പം നിങ്ങൾക്ക് ഷുഗർ തന്നെ ആഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഹണി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഷുഗർ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് കുറച്ചൊരു മധുരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഷുഗർ ആഡ് ചെയ്തതേ ഉള്ളൂ. ഞാൻ ആവശ്യത്തിന് നിങ്ങൾ എത്ര അളവെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് ഇത് രണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ ക്യാരറ്റിൻ്റെ ജ്യൂസ് കൂടെ ആഡ് ചെയ്യാം. ശരി, ക്യാരറ്റ് അത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തതാണ്, പക്ഷേ ക്യാരറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. മറ്റ് മാംഗോവും ബനാനയും ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്യാരറ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഉണ്ട്, അപ്പോൾ നമ്മളെ ക്യാരറ്റ് യോഗർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ബനാന യോഗർട്ട് എങ്ങനെ ആക്കണ്ടേ നോക്കാം. അപ്പോൾ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ബനാന നമ്മൾ ഇവിടെ ഒരു ബനാന എടുത്തിട്ടുള്ളത്. ആ ബനാന ഞാൻ ഇവിടെ മിക്സി ജാറിലിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ യോഗർട്ട് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബനാന ആണെങ്കിലും ഒരുപാട് പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടാണ്. ഈ പൊട്ടാഷ്യം നമ്മളെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കും. പിന്നെ നമ്മളിപ്പം ബനാന യോഗർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു 6 മാസം പ്രായമുള്ള കുട്ടികൾക്ക് വരെ ബനാന യോഗർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ 2 ടേബിൾ സ്പൂൺ യോഗർട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര ഇതിൽ കുറച്ച് മതി, കാരണം നിങ്ങൾക്ക് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. കാരണം ഇതിൽ ബനാനയിലാകുമ്പം കുറച്ച് എന്തായാലും സ്വീറ്റ് ആയിരിക്കുമല്ലോ ബനാന, അപ്പോൾ അതിൽ മധുരത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഞാൻ പിന്നെ ആഡ് ചെയ്തതേ ഉള്ളൂ. പിന്നെ നമുക്ക് നേരത്തെ അടിച്ച് വെച്ചത് നന്നായി പോയി മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരത്തെ അടിച്ച് വെച്ച ബനാനേൻ്റെ ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഈ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി വയ്ക്കാം. ശരിക്കും ഈ യോഗർട്ട് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം, കാരണം നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് മാത്രം മതിയല്ലോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ബ്ലൂബെറി യോഗർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്ലൂബെറി ശരിക്കും നല്ലൊരു ഫ്രൂട്ടാണ്. ഈ എല്ലാ ബെറീസും അതെ. ഇപ്പം ബ്ലൂബെറി എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളെ ബോണിന് നല്ലതാണ്. പിന്നെ ഈ ബ്ലൂബെറി നിങ്ങൾ ദിവസം നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുമ്പം അവരെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും പിന്നെ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാനും ശരിക്കും നല്ലൊരു ഫ്രൂട്ടാണ് ബ്ലൂബെറി. ഡെയിലി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് ശരിക്കും വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളെ ബ്ലൂബെറി യോഗർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് റാസ്ബെറി യോഗർട്ട് ഉണ്ടാക്കാം. റാസ്ബെറി എന്ന് വെച്ചാൽ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ഫ്രൂട്ടാണ്, ആൻറ്റി ഏജിങ് ഫ്രൂട്ടും കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പൊട്ടാഷ്യം, ഫൈബർ അങ്ങനെ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ്. ഇതും നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെ സെയിം പ്രൊസീജിയർ പോലെ തന്നെ നമ്മളിവിടെ റാസ്ബെറി യോഗർട്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതും ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് വീട്ടിൽ ട്രൈ ചെയ്യാം കേട്ടോ. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്നൊരു സാധനമായത്. അപ്പം നമ്മളെ റാസ്ബെറി യോഗർട്ട് മാറ്റി വെക്കാം.
അപ്പോൾ ലാസ്റ്റ് നമുക്ക് മാംഗോ യോഗട്ട് ഉണ്ടാക്കാം. ഈ മാംഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റീസ് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ്. ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും മാംഗോ യോഗട്ട് കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ എല്ലാ യോഗട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്